ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അപ്പോൾ എന്താണ് അവരുടെ ഫീലിങ്സ്? അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. എർത്തിലി പവറാണ്. ഇതെന്ന് വെച്ചാൽ നിങ്ങളെ അവരെപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരിക്കലും ഇത് ഒരു ഹാർട്ട് ചക്രയ്ക്കകത്താണ് ഇരിക്കുന്നത്. അവർ 2 കൈയുണ്ടും നിങ്ങളെ അവരുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളോടൊന്നും അവർ തുറന്ന് പറയുന്നുണ്ടാവില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരിക്കലും അവർ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. പേജ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനിടയിൽ സംഭവിച്ചു പോയ പല കാര്യങ്ങളും അതിൻ്റെ ക്ലാരിറ്റി അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം. ഈ ബ്രേക്കപ്പിന് കാരണമായത് തേർഡ് പാർട്ടി ആകാം. ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ കുറേ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളെ ഈ വ്യക്തി അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇപ്പോൾ കഴിഞ്ഞു പോയ ആ ഒരു സാഹചര്യങ്ങളെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി അവർക്ക് ഈ സമയം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അവരിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ടായിരിക്കാം. പാസ്റ്റിൽ നടന്ന ഓരോ കാര്യങ്ങളും അവർ ഓർത്തെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, അതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ അവരിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ ആൾക്കാർക്കും ഇതൊരു നോ കോണ്ടാക്റ്റ് ആണ്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആലോചിക്കുന്നുണ്ട്. അവർ വീണ്ടും വീണ്ടും ആലോചിച്ച് അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ശരിക്കും വളരെ ജെന്യുവിനായിട്ടുള്ള പ്യുവറായിട്ടുള്ള ഒരു സ്നേഹം അവർക്ക് നിങ്ങളോട് ഈ സമയം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കാരണം വേറെ ആരിലും കാണാത്ത എന്തൊക്കെയോ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ടുള്ളൊരു കണക്ഷൻ പോലെ അല്ല ഉള്ള ഒരു ബന്ധം എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഹൃദയവും അവരുടെ ഹൃദയവും തമ്മിലുള്ളൊരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ടെലിപ്പതിക്കൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അവരെ സ്നേഹിച്ചതിൽ ഏറ്റവും പ്യുവറായിട്ട് സ്നേഹിച്ചത് നിങ്ങളായിരിക്കും എന്നവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ സമയം ഒരുപാട് സ്നേഹമാണ് എന്നാണ് കാണുന്നത്. കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നതിൻ്റെ ഒരു എനർജിയാണ്. മാത്രമല്ല വേണ്ടാത്ത കുറേ കാര്യങ്ങൾ, വേണ്ടാത്ത ചില കൂട്ടുകെട്ടുകളായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് കളയാൻ അവർ തീരുമാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്യണം എന്നവർ ഈ സമയം ആലോചിക്കുന്നുണ്ട്. ചാരിയറ്റാണ്. ഇത് ഒരു വിൽ പവറിൻ്റെ കാർഡാണ്. സക്സസിൻ്റെ കാർഡാണ്. 2 സിറ്റുവേഷൻസ് ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളിൻ്റെ
ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവരുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ 2 പേരുണ്ട് ഉള്ളതാണ് കാണുന്നത്. അപ്പോൾ വേറെ ആരോ കൂടെ ഇൻവോൾവ്ഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ഇവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ. ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് കേട്ടോ. കുറേ ആൾക്കാർക്കും അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള അത്രയും ദൃഢമായ ഒരു ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിലെന്നാണ് കാണുന്നത്. പ്രിൻസസ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. ഇതൊരു പേജ് ഓഫ് പെൻറ്റാക്കിൾസ് ആണ്. ഒരു പുതിയ തുടക്കം അവരാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർ ഈ ഒരു ബന്ധത്തിൽ കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയതായിട്ടുണ്ടാകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്നും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നവർ ഈ സമയം ചിന്തിക്കുന്നുണ്ട്. സെവൻ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ഇതിൽ അവർക്കും നിങ്ങൾക്കും തമ്മിൽ കുറേ പ്രതിബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുമിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളൊരു കോണ്ടാക്റ്റിലെത്താതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ സമയം അവർക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡ് എടുക്കാനും മറ്റുള്ള തടസ്സങ്ങളെ മാറ്റാനുമുള്ള ഒരു ശക്തി ഈ സമയം അവർക്കുണ്ട്. ടവറാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ മാറാനുള്ളൊരു വഴി ദൈവം തന്നെ കാണിച്ചു തരും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് ആണെന്ന് തന്നെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു തുറന്ന സംസാരമൊന്നും ഇല്ല എന്നാണ് കാണുന്നത്. അവർ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ പുറത്ത് അവർ പറയുന്നില്ല. അതൊക്കെ മാറ്റി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ അവരുടെ ഈഗോയ്ക്ക് ഒരു ചേഞ്ച് വരുന്നു എന്ന് വേണമെങ്കിലും പറയാം. ടെമ്പറൻസ് ആണ്. ഇതൊരു ബാലൻസിൻ്റെ കാർഡാണ്. പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ കൊടുത്ത പോലെ ഒരു സ്നേഹം തിരിച്ചു തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു സ്റ്റെബിലിറ്റി അവരാഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു വിവാഹം പോലെയുള്ളൊരു കാര്യം അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു യൂണിയൻ പോലെയുള്ളൊരു കാര്യം ചിന്തിക്കുന്നുണ്ടായിരിക്കണം. ആക്ഷൻ എടുക്കാനുള്ള കാര്യം ആക്ഷൻ തന്നെ എടുക്കണം എന്ന് അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനുള്ള എന്ത് വഴികളാണുള്ളത്, എന്ത് വഴികളാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഒരു കാർഡ് കൂടി എടുക്കാം. വിക്ടറിയാണ്. 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒക്കെ തരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു കണക്ഷൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാനും ഈ സമയം തയ്യാറാണ് എന്നാണ് കാണുന്നത്. ഇതിനകത്ത് 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. വെയിറ്റിംഗ് എനർജിയാണ്. അവർ വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു മെസ്സേജിനോ അല്ലെങ്കിൽ ഒരു കോളിനോ വേണ്ടിയൊക്കെ അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടാണ് ഈ സമയം അവർക്ക് നിങ്ങളോടുള്ളത്. പിന്നെ നിങ്ങളെക്കുറിച്ച് അവരെപ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളവർ മറന്നിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുമായിട്ട് ചിലപ്പോൾ വഴക്കുണ്ടായിരിക്കാം. എന്തൊക്കെ തന്നെയായാലും ഒരിക്കലും നിങ്ങളെ മറക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഒരു നിമിഷം പോലും നിങ്ങളെ മാറ്റി നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ തിരക്കിലൊക്കെ ഇവർ ചിലപ്പം പല സമയങ്ങളിലും ഇവരൊരു അത്രത്തോളം പ്രാധാന്യം നിങ്ങളിപ്പോൾ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ കൂടെ നിങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.